ഹായ് ഫ്രണ്ട്സ്, ആരമ്മ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മൊക്കാര പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ഒരു 10ഓളം കളേഴ്സ് നമുക്കിപ്പോൾ മൊക്കാര അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളേഴ്സും പ്ലാന്റ് സൈസും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം. അപ്പം ഓരോ പ്ലാന്റിനും ഓരോ സൈസ് ആയിരിക്കും. ഇത് ബ്ലൂ സ്പോട്ട് എന്നുള്ള പ്ലാന്റിൻ്റെ ഒരു ആവറേജ് സൈസാണ് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ബ്ലൂ സ്പോട്ടിൻ്റെ പ്ലാന്റ് വരുവാണെങ്കിൽ എല്ലാ പ്ലാന്റിനും ഇതേ സെയിം സൈസ് തന്നെ ആയിരിക്കും. കണ്ടോ വന്നിരിക്കുന്നത് ഒരേ സൈസാണ്. അടുത്തത് സ്വീറ്റി പിങ്ക് എന്നുള്ള വെറൈറ്റിയാണ്. സ്വീറ്റി പിങ്ക് കണ്ടോ, എല്ലാത്തിനും ഒരേ സൈസ് ഒരേ ഇതാണ്. പിന്നെ ഇതിനകത്തൊക്കെ ഫ്രഷ് റൂട്ട്സ് വളരെ കുറവാണ്. ഈ ഉണക്ക റൂട്ടുകളാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും മിക്കവാറും നല്ല നല്ല റൂട്ട്സ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട. കാരണം പോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് പുതിയ പുതിയ റൂട്ട്സുകൾ ഇവിടെ നിന്നൊക്കെ പൊട്ടി പൊട്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് കിട്ടുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഇവർ കട്ട് ചെയ്തെടുത്ത് കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി റൂട്ട്സ്, നല്ല ഫ്രഷ് റൂട്ട്സ് വളരെ കുറവായിരിക്കും. നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നല്ല റൂട്ട്സ് വരത്തുള്ളൂ കേട്ടോ. ഇത് അടുത്ത ബാംഗൂട്ടിയാൻ എന്നുള്ളൊരു യെല്ലോ വെറൈറ്റിയുടെ പ്ലാന്റ് സൈസാണ്. കണ്ടോ, കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് സൈസിലാണ് ഇപ്രാവശ്യം പ്ലാന്റ് വന്നേക്കുന്നത്. ഇത് ജെ കെ ബ്ലൂ കമ്പാരിറ്റീവ്ലി പ്ലാന്റ് സൈസ് ചെറുതാണ്. കണ്ടോ, ഈ സൈസാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇപ്പം ഈ രണ്ടിനും വെച്ച് നോക്കുവാണെങ്കിൽ കണ്ടോ, പ്ലാന്റ് വളരെ ചെറുതാണ്. ഇപ്പം ബാംഗൂട്ടിയാൻ വെച്ച് നോക്കുവാണെങ്കിൽ ജെ കെ ബ്ലൂ വളരെ ചെറിയ ഒരു പ്ലാന്റാണ്. വളരെ ചെറുതാണ്, കമ്പാരിറ്റീവ്ലി ചെറിയ സൈസാണ് ബാംഗൂട്ടിയാൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് സൈസ് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ വെറൈറ്റീസും ഓരോ സൈസാണ്, സെയിം സൈസ് എല്ലാത്തിനും ഒരേ സൈസ് ആയിരിക്കില്ല കേട്ടോ. വന്നിട്ട് ബനാന എന്നുള്ള ഒരു വെറൈറ്റിയാണ്. പ്ലാന്റ് സൈസ് മറ്റേതുപോലെ നമ്മുടെ ജെ കെ ബ്ലൂ കണ്ട പോലെ തന്നെ ചെറിയ സൈസ് പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ബനാന യെല്ലോ ഫ്ലവർ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ക്യാരറ്റ് എന്നുള്ള ഒരു ഓറഞ്ച് കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റിൻ്റെയാണ്. ഒരു നല്ല ഒരു പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫുകൾ നോക്കണമെങ്കിൽ കുറച്ച് നീളമുള്ള എന്താ പറയുക, നീളം കൂടിയ ലീഫാണ് ക്യാരറ്റിൻ്റെ കേട്ടോ. ഇതാണ് ക്യാരറ്റിൻ്റെ പ്ലാന്റ് സൈസ്. അപ്പോൾ ഈ പ്ലാന്റ് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാലോ, ഇതിൻ്റെ വീതി ബോക്സ് നമ്മൾ ചുരുട്ടി അങ്ങനെയല്ല അയക്കുന്നത്. എങ്ങനെയാണോ പ്ലാന്റ് അങ്ങനെ തന്നെയാണ് അയക്കുന്നത്. കാരണം ചുരുട്ടിയൊക്കെ അയക്കുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, ലീഫ് പിന്നെ നുകർന്ന് കിട്ടാനും കാര്യങ്ങൾക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ട് നമുക്ക് ആദ്യമൊക്കെ പാക്ക് ചെയ്ത് വിട്ടപ്പോഴത്തേക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണോ പ്ലാന്റ് ഇപ്പം അങ്ങനെ തന്നെയാണ് അയക്കുക. അതുകൊണ്ട് കൊറിയർ ചാർജിൽ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ജെ കെ വൈറ്റ് എന്നുള്ള പ്ലാന്റ് സൈസാണ് കേട്ടോ. ജെ കെ വൈറ്റ് എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും ലാസ്റ്റും എല്ലാ കളേഴ്സും ഇടുന്നുണ്ട്. ആമോയ് എന്നുള്ള ഒരു ഓറഞ്ച് കളർ പ്ലാന്റ് ആണ്. കമ്പാരിറ്റീവ്ലി പ്ലാന്റ് സൈസ് കുറച്ച് വലുതാണ്. ആമോയ് കേട്ടോ. ഇത് പ്ലാന്റ് സൈസ് മൂഡാൻ എന്നുള്ള ഒരു റെഡ് ഫ്ലവറിൻ്റെ ആണ്. നല്ല ഭംഗിയാണ്, നന്നായിട്ട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് മൂഡാൻ. ഈ ബനാന അങ്ങനത്തെ വെറൈറ്റീസും യെല്ലോ വെറൈറ്റീസും നമുക്ക് പെട്ടെന്ന് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. സ്പൈക്ക് ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുന്ന വെറൈറ്റിയാണ് ഈ യെല്ലോയും റെഡും ഒക്കെ. നല്ലൊരു വെറൈറ്റിയാണ് മൂഡാൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വെറൈറ്റി നമ്മുടെ ഡെൻഡ്രോബിയം ബിഗ് പ്ലാന്റ്സും കൂടെ കാണിക്കുവാണ്. കുറേ പേര് നമ്മുടെ അടുത്ത് ലോവാനയൊക്കെ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ട് ഭയങ്കര ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല വലിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലവർ നമുക്ക് ചെറിയ നല്ല ഒരു ലൈറ്റ് മണവും കൂടെ കിട്ടുന്ന ഒരു ഇതാണ്. ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ ഇങ്ങനെ ബഡ് വന്ന് പോയ പ്ലാന്റ്സ് ആണ്. ഇങ്ങനെ എന്താ പറയുക, കുഞ്ഞി ഫ്ലവർ ഇങ്ങനെ ഇഷ്ടം പോലെ നന്നായിട്ട് വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ലൊവാന. അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസ് മനസ്സിലായല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്, ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് ആവശ്യത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ഇപ്പം വന്ന ഉടനെ അതുകൊണ്ടാണ് ഇത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് റെഡ് സ്പൈഡർ എന്നുള്ള ഒരു ആൻറ്റിലോപ്പ് ട്വിസ്റ്റ് വെറൈറ്റിയുടെ ഒരു പ്ലാന്റ് സൈസാണ് വന്നിരിക്കുന്നത്. നല്ല എന്താ പറയുക, റെഡ് സ്പൈഡർ എന്നൊക്കെ പറഞ്ഞാൽ സ്പൈക്ക് ഭയങ്കര വലുതായിട്ട് നല്ല നീളത്തിൽ പോകുന്ന നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, കാണാൻ നല്ല കണ്ണിന് നല്ലൊരു രസം തോന്നുന്ന ഒരു ഫ്ലവറാണ് ഈ റെഡ് സ്പൈഡറിൻ്റെ ഒക്കെ ഒരു ആൻറ്റിലോപ്പ് വെറൈറ്റി വരുന്നത്. അപ്പം അതിൻ്റെ പ്ലാന്റും വന്നിട്ടുണ്ട്. അതേപോലെയാണ് ഇത് പ്രെറ്റിഡോള് നമുക്ക് നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് പ്രെറ്റിഡോളിൻ്റെ. ബ്ലൂ സ്പിൻ എന്നുള്ള ഒരു പ്ലാന്റാണ് ബ്ലൂ സ്പിൻ.
അതിൻ്റെ പ്ലാന്റ് സൈസാണ്. ഇത് നല്ലൊരു ഷെയ്ഡുള്ള ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് ബ്ലൂ സ്പ്രേ. നമ്മുടെ മൊക്കാറയുടെ റേറ്റ് പറയാം. കോംബോ ഓഫറായിട്ട് തന്നെയാണ് ഇപ്രാവശ്യവും മൊക്കാറ കൊടുക്കുന്നത്. ഒരു പ്ലാന്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് റേറ്റ് 375 രൂപയായിരിക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 375 രൂപ. 1 മുതൽ 2 3 ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും 375 രൂപയായിരിക്കും. 5 പ്ലാന്റ് ഒന്നിച്ച് 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് 350 രൂപ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മൊക്കാറ നല്ല അടിപൊളി കളേഴ്സ് സ്വന്തമാക്കാം കേട്ടോ. 350 രൂപ വെച്ച് നിങ്ങൾക്ക് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, പ്ലാന്റ് മേടിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. കളേഴ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കണ്ട. മൊക്കാറ പ്ലാന്റ്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ഇട്ടുതരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. DTDC സ്പീഡ് പോസ്റ്റ് 2 കൊറിയർ നമ്മളിപ്പോൾ അയക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ പ്രോബ്ലംസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് നമ്മളിപ്പോൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് 2 കൊറിയർ അയക്കുന്നുണ്ട്. അപ്പോൾ ഏതിലാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ അതിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓൾ ഇന്ത്യ കൊറിയർ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മൊക്കാറയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ പൂക്കളെയും ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.